ടെലിവിഷൻ വാർത്തകൾ. ദുരന്തങ്ങൾ ആവർത്തിക്കാൻ കാത്തിരിക്കുകയാണ്. വൻമരങ്ങൾ കടപുഴകി വീഴാനായിട്ടും അതിന്റെ ശിഖരങ്ങൾ പോലും വെട്ടാൻ അധികൃതർ തയ്യാറായിട്ടില്ല. നേരത്തെ പരാതികൾ കൊടുത്തിട്ടും ഈ ദുരന്തത്തിന് കാത്തിരിക്കുന്നത് പോലെയാണ് ഈ നിസ്സംഗത. ഏതായാലും കുറ്റിക്കാട്ടൂർ ആനക്കുഴിക്കരയിലെ വൻമരങ്ങൾക്കുള്ള ചില്ലകൾ വെട്ടാനുള്ള ആളുകളുടെ അപേക്ഷ ആരും കണ്ടതായി നടിക്കുന്നില്ല. തൊട്ടടുത്തുള്ള ബീലൈൻ പബ്ലിക് സ്കൂളിന് മുമ്പിലുള്ള കോഴിക്കോട് മാവൂർ റൂട്ടിലെ റോഡരികിൽ വലിയ മരം കൊമ്പും ശിഖരവുമായി വളർന്നത്. ഇതിന്റെ തടിമരത്തിന് താങ്ങാൻ കഴിയാത്ത വലുപ്പത്തിലാണ് ശിഖരങ്ങൾ. റോഡിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ ശിഖരത്തിൽ ഉയരം കൂടിയ വാഹനങ്ങൾ തട്ടുന്നതും വലിയ അപകടത്തിനിടയാക്കും. വലിയ കാറ്റടിച്ചാൽ വീഴാൻ സാധ്യതയുള്ള മരത്തിന്റെ കൊമ്പുകൾ അടിയന്തരമായി വെട്ടിമാറ്റിയില്ലെങ്കിൽ വൻ ദുരന്തമാണ് സംഭവിക്കുക. ബീലൈൻ പബ്ലിക് സ്കൂളിന് മുമ്പിലെ റോഡിലും മരത്തിന്റെ ഉണങ്ങിയ ശിഖരങ്ങൾ പൊട്ടി വീഴുന്ന അവസ്ഥയിലാണ്. PWDയുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടിയാണ് ആവശ്യം എന്നാണ് നാട്ടുകാർ പറയുന്നത്. നേരത്തെ പഞ്ചായത്തിനും PWDക്കും പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ഇരുചക്ര കച്ചവടക്കാരൻ മുഹമ്മദ് പറഞ്ഞു. ഈ മരം നമുക്കിപ്പോൾ ഒരു ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മരത്തിന്റെ അധികൃതർ ആരാണ് ഇതിന്റെ അധികാരികൾ വെച്ചാൽ ഇവിടെ വന്നിട്ട് ഇതൊന്ന് എന്താ എത്രയും പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ കൊമ്പുകളോ ചില്ലകളൊക്കെ വെട്ടിയിട്ട് ക്ലിയറാക്കാം. അങ്ങനെ മരം മുറിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇത് പണ്ട് ലേലത്തിൽ വിറ്റുന്നു, ഇതിന്റെ ആളുകൾ ഇത് എടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ അടുത്ത് കുറെ മുന്നേ നമ്മളന്ന് അബീബ് സാറ് മെഡിക്കൽ കോളേജിലുള്ള സമയത്ത് ഇവിടെ അന്ന് സാറൊക്കെ വന്ന് നോക്കിയിരുന്നു. അന്ന് താരിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ അനൽക്കര മറ്റേ ന്യൂ ബൈക്ക് ഷോപ്പിൽ ബൈക്ക് ഷോപ്പ് നടത്തുന്ന ആള് ഇതിന് പരാതിപ്പെട്ടിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഇതുവരെ ഒന്നും നിലവിലൊന്നും ആയിട്ടില്ല.